ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റവ ഉപയോഗിച്ച് നമുക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന റവ ഹൽവ. അതിനായി നമുക്ക് 1 കപ്പ് റവ എടുക്കാം. അത് മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂറോളം കുതിർക്കാൻ വെക്കാം. ആ സമയത്തേക്ക് നമ്മൾക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ ശർക്കരപ്പൊടിയാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പാനിയാക്കാൻ വെക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച റവ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അരിപ്പ എടുത്ത് അരിച്ച് പാലെടുക്കാം. വേണമെങ്കിൽ നേർത്ത തുണിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ റവയിൽ നിന്നും പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഇനി ഏത് പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കുറച്ച് എള്ളും കാഷ്യൂനട്ടും ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാല് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തോളൂ. ഇതുപോലെ കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രം ലോ ഫ്ലെയിമിൽ വെക്കുക. അല്പസമയത്തിനുള്ളിൽ ഇത് കട്ടിയായി തുടങ്ങും. നല്ല കട്ടിയായി വന്നതിന് ശേഷം ശർക്കര പാനി അതിലേക്ക് ഒഴിച്ച് ഇളക്കുക. ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. റവയും ശർക്കരയും നല്ലതുപോലെ യോജിച്ച് കുറുകി വരും വരെയും ഇളക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു പരുവ ആകുന്നിടം വരെയും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അവസാനമായിട്ട് കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചത് ഇട്ടിളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും ചേർത്ത് ഇളക്കുക. ഇതുപോലെ പാനിൽ നിന്നും റിലീസ് ആവും വരെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് നമുക്കത് സെർവ് ചെയ്ത് നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ടീ ബോൾഡ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ.